ഹേ ഗായ്സ്, വെൽക്കം ടു GJ വേഴ്സ്. ദിസ് ഇസ് മീ GJ. ഇന്ന് ഞാൻ കണ്ട പടം നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ് ആണ്. പേര് തന്നെ എന്തൊരു വലിയൊരു പ്രത്യേകതയുള്ള പേരല്ലേ. യെസ്, ഇതൊരു പ്രത്യേകതയുള്ള സിനിമയാണ്. നൗഫൽ അബ്ദുള്ളയുടെ ഡയറക്ഷനിൽ വന്നിട്ടുള്ള ഈ സിനിമ 2 റൈറ്റേഴ്സ് ചേർന്നാണ് എഴുതിയിട്ടുള്ളത്. ജ്യോതിഷൻ സുനു എന്ന് പറഞ്ഞിട്ടുള്ള 2 റൈറ്റേഴ്സാണ്. ഇതിനും 2 മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാം 2 സോ ഇതിലെ മെയിൻ ലീഡ് നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ മാത്യൂസ് ആണ്. അറിയാമല്ലോ, നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിലൂടെ വന്നിട്ട് ഒരുപാട് സിനിമകളിലൂടെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിട്ടുള്ള മാത്യൂസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്രയും നാളും അദ്ദേഹത്തിൻ്റെ കരിയറിൽ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മേരിക്കൊണ്ടൊരു കുഞ്ഞാടിൽ ദിലീപ് ഒക്കെ ചെയ്ത പോലത്തെ കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറാണ്, പക്ഷേ കുറച്ചുകൂടി യങ്ങർ വേർഷൻ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് അത്. മാത്യൂസ് ചില സീനുകളിൽ ഒന്ന് കയ്യിൽ നിന്ന് പോയെങ്കിലും മൊത്തത്തിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് സമയം നിങ്ങളായത് നേരെ സിനിമയുടെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഞാൻ വളരെ ചുരുക്കി പറയാം, ഒരു സ്പോയിലേഴ്സും ഇല്ലാതെ ചെറുതാക്കി ഒന്ന് പറയാം. അത് നെല്ലിക്കാംപൊയിൽ എന്ന് പറഞ്ഞൊരു കുറച്ച് അന്ധവിശ്വാസങ്ങളും വെച്ചാരാധനകളും ഒക്കെ ഉള്ളൊരു ഗ്രാമം. ആ ഒരു ഗ്രാമത്തിൽ പുറത്ത് പഠിക്കാൻ പോയിട്ട് കുറച്ച് നാളിന് ശേഷം തിരിച്ചു വരുന്ന നമ്മുടെ നായകൻ ആയിട്ടുള്ള മാത്യൂസ്. അപ്പോൾ ആ ഗ്രാമത്തിൽ ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ അത് മാത്യൂസിൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് കടക്കുമ്പോൾ മാത്യൂസ് എന്താണ് പിന്നീട് ആ ഒരു ക്യാരക്ടർ പിന്നീട് എന്താണ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഒരു കഥ. ശ്യാമൻ എന്നാണ്, അല്ലെങ്കിൽ ശ്യാം അല്ലെങ്കിൽ ശ്യാമ എന്നൊക്കെ പറയുന്ന പേരിലുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ മാത്യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് പേടിയൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലത്തുണ്ടായ ഒരു അനുഭവം, ഒരു പ്രേതമായിട്ടുള്ളൊരു അനുഭവം, ആ ഒരു അനുഭവം അയാൾക്ക് ലൈഫ് ലോങ് ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും അയാളെ ആ ക്യാരക്ടറിനെ പേടിപ്പെടുത്തുന്നതാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് കാണുമ്പോൾ ചിരി വരുന്ന രീതിയിൽ അവരത് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് വളരെ എഫക്റ്റീവായിട്ട് വർക്കൗട്ടും ആയിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ ബാക്കി ഒരുപാട് ആക്ടേഴ്സ് വരുന്നുണ്ട്. അത് അവരെല്ലാവർക്കും ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തു പോകുന്നൊരു സിനിമയാണ് ഇത്. എനിക്ക് കണ്ടപ്പോൾ നമ്മൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ആ ഒരു സിനിമ കണ്ട അതേ വൈബ് പിടിച്ചിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത്. സോ ആ സിനിമ ഇഷ്ടപ്പെട്ടവർക്ക് ഉറപ്പായിട്ടും ഈ സിനിമ ഒരുപാട് ഇഷ്ടപ്പെടും. ഇത് കുറേ തമാശകളുണ്ട്, കുറച്ച് എന്താ പറയുക എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള പാട്ടുകളുണ്ട്, പിന്നെ കുറച്ച് ഹൊറർ സീനുകളുണ്ട്. കൊച്ചു കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ പേടിക്കാനുള്ള സീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ കുറച്ച് ഹൊറർ സീനുകളുണ്ട്, പിന്നെ കുറേ ട്വിസ്റ്റ് ടേൺസ് പരിപാടികളെല്ലാം ഉണ്ട്. ഒരുപാട് സ്പോയിൽ ചെയ്യാൻ പറ്റി, അതായത് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞ് എന്തെങ്കിലും ഒരു സാധനത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലറായി പോകും. അതുകൊണ്ടാണ് ഞാൻ കഥ വളരെ ചുരുക്കി പറഞ്ഞു തന്നത്. അപ്പോൾ ആ ഒരു സാധനം സ്പോയിലർ ആവാതെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ സിനിമ നിങ്ങൾക്ക് ഒരു എൻ്റർടൈനർ ആവുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ആദ്യമേ നമുക്ക് അറിഞ്ഞു വെച്ചുകൊണ്ട് കാണുമ്പോൾ ഒരു വലിയ രസമായില്ല. പക്ഷേ അല്ലാത്ത പക്ഷേ ഇത് ഭയങ്കര ഒരു എൻ്റർടൈനർ ആയിട്ട് തന്നെ തോന്നും. നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ പണ്ട് കുറേ നാൾ മുമ്പ് കേട്ടിട്ടുള്ളൊരു കഥയാണ്. കിഴക്കൂട്ടത്തേക്ക് പോകുന്നൊരു ഓട്ടോയിൽ രാത്രി ഒരാൾ കയറുന്നു. ഓട്ടോക്കാരൻ ഇറങ്ങാൻ നേരത്ത് പൈസ ചോദിക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോഴത്തേക്കും കാലിൻ്റെ സ്ഥാനത്ത് കുതിരക്കുളമ്പ് കാണുന്നു. അങ്ങനെ പേടിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ പണ്ട് കഥകൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു കുതിരക്കുളമ്പ് ഉള്ള ഒരു മനുഷ്യൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്യാരക്ടറായിട്ടാണ് ഇതിൽ പറയുന്നത്. ഇത് നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ കാണിക്കുന്നുണ്ട്. കുതിര മനുഷ്യനെന്നോ അങ്ങനെയൊക്കെ പറയുന്ന രീതിയിലൊരു ക്യാരക്ടറാണ്. ഇതിനകത്തൊരു പ്രേതം പോലെ അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ. പിന്നെ അല്ലാതെ യക്ഷികൾ, മാടൻ, മറുത, പിന്നെ ഈ അവിടുത്തെ നാട്ടിലെ ദേവി, കാന്താരയുടെയൊക്കെ കുറേ പരിപാടിയൊക്കെ അതുപോലത്തെ കുറേ സാധനങ്ങൾ ഇതിലുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ പോകുന്നൊരു സിനിമയാണിത്. അതിലൊരു ലവ് ട്രാക്ക് ഉണ്ട്. പിന്നെ സൈഡിൽ കൂടെ മ്യൂസിക് ആണെങ്കിൽ ഇതിനകത്ത് മ്യൂസിക് ചെയ്തിരിക്കുന്ന 2 പേര് ചേർന്നിട്ട് ആ മ്യൂസിക് നൈസായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ അല്ലാതെ പറയാനാണെങ്കിൽ ഇതിൽ ബാക്കി വരുന്ന ആക്ടേഴ്സിൻ്റെ കാര്യമാണ്. ഇതിൽ അബു സലീം, പിന്നെ നമ്മുടെ മറ്റേ സജ്ജേട്ട ഇവിടെ സേഫ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജാനമനിലൊക്കെ വന്നിട്ടുള്ള പുള്ളിയിൽ ഒരുപാട് സിനിമയിൽ ഇപ്പോൾ ഉണ്ട് അദ്ദേഹം. അങ്ങനെ പിന്നെ ആവേശത്തിലെ ശാന്തപ്പൻ, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിൽ വന്നു പോകുന്നുണ്ട്. എല്ലാ ആക്ടേഴ്സും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിലെ നായിക പുതുമുഖ ഒരു നടിയാണ്, അവരും നല്ല രീതിയിൽ പെർഫോം ചെയ്ത് പോയിട്ടുണ്ട്. ഇതിൽ മാത്യൂസിൻ്റെ ക്യാരക്ടർ ഇതിൽ സാധാരണ മാത്യൂസ് ചെയ്ത് വരുന്നതെന്ന് മാറി ചെയ്തതെന്ന് ഞാൻ പറഞ്ഞ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് ആക്ഷൻ പരിപാടികളുണ്ട്, കുറച്ച് സ്റ്റണ്ട്, അടി, പിന്നെ കുറച്ച് മാസ്, പിന്നെ കുറച്ച് പേടി, ലവ്, സങ്കടം, സന്തോഷം, അങ്ങനെയൊക്കെ ഉണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് പാടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇതിൽ വളരെ പേഴ്സണലായിട്ടൊരു കാര്യം നടക്കുമ്പോഴത്തേക്കും ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ ഇമോഷൻ വരുന്നതൊക്കെ വളരെ കുറവാണ്. പക്ഷെ പേടിക്കുന്ന സാധനങ്ങൾ ബ്രില്യൻ്റ് ആയിട്ട് അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. നമ്മൾ ചിരിച്ചു പോവും ആ ഒരു രംഗങ്ങളൊക്കെ കാണുമ്പോൾ. ഇവർ ഈ റൈറ്റ് ചെയ്തിരിക്കുന്ന രീതി തന്നെ ഭയങ്കര രസമായിട്ടാണ് ഇതിൻ്റെ റൈറ്റിങ്. ഇതിലെ ഓരോ ഡയലോഗ്സും എൻ്റർടൈനിങ് ആണ്. കാരണം നമ്മൾ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ഡയലോഗ് ഇങ്ങനെ വെറുതെ ഡയലോഗ്സ് പറഞ്ഞു പോകുന്ന സീനുകളാണെങ്കിൽ പോലും അതിലെല്ലാത്തിലും ഒരു തമാശയെങ്കിലും അവർക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ആദ്യം മുതലേ നമുക്ക് അവിടെ ഇവിടെയായിട്ടൊരു സൂപ്പർ നാച്ചുറൽ സാധനം ഉണ്ടെന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഒരു ചെറിയൊരു ഭയം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇതൊരു ഹൊറർ സിനിമയല്ല, ഇതൊരു സുമതി വളവും ഒരു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു സിനിമയാണ്. പിന്നെ ഇതിൽ വന്നു പോയിട്ടുള്ള ചെറിയതും വലുതുമായിട്ടുള്ള റോളിൽ വന്നു പോയിട്ടുള്ള ആക്ടേഴ്സിൻ്റെയൊക്കെ പെർഫോമൻസ് കാരണവും നല്ല മ്യൂസിക് കാരണവും നല്ല റൈറ്റിംഗ് കാരണവും പിന്നെ കുറേ ഹ്യൂമർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ നല്ല രസമുള്ള ഡയറക്ഷൻ,
എല്ലാം കാരണം ഈ സിനിമ നന്നായിട്ട് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. ഞാൻ ശരിക്കും എൻ്റർടൈൻഡ് ആയി. ഈ സിനിമ കാണാൻ പോയപ്പോൾ ഒരു കാര്യങ്ങൾ പറഞ്ഞോട്ടെ, ഇതിന് തുടക്കത്തിൽ ഒരു ടീസർ ഇട്ടു. നമ്മുടെ ചത്താപ്പച്ച എന്ന് പറഞ്ഞിട്ട് WWE ഇൻസ്പയർഡ് ആയിട്ടുള്ള റെസ്ലിംഗ് റൗഡീസിനെ വെച്ചിട്ടൊരു സിനിമ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇട്ടിട്ടുണ്ട്. പൊളിയായിട്ടുണ്ട് ആ സാധനം. അത് എങ്ങനെ അവർ എക്സിക്യൂട്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും ബാക്കി പരിപാടി. പക്ഷേ എന്നാലും ആ കാണിച്ച ടീച്ചറിലുള്ള സാധനം സൂപ്പറായിട്ടുണ്ട്. സോ അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനൊരു മോഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നു. ഇനി നമുക്ക് സിനിമയിലോട്ട് തിരിച്ചു വരാം. സോ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഉറപ്പായിട്ട് നിങ്ങളെ എല്ലാവരെയും തിയേറ്ററിൽ എൻ്റർടൈൻ ചെയ്യിക്കും. ഭയങ്കര സംഭവമാണോ ഈ സിനിമ? അല്ല. പക്ഷേ ഡിറ്റക്റ്റീവ് വിജ്വലനും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ സിനിമകളൊക്കെ ഇഷ്ടമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയൊരു സിനിമ തന്നെയാണ്. ഈ ആഴ്ച വേറെ പടമൊന്നും അല്ലാതെ നല്ല കിടിലം പടമൊന്നും വരാനില്ല. അപ്പോൾ ഈ സിനിമ ഉറപ്പായിട്ടും നിങ്ങൾ വീക്കെൻഡ്സൊക്കെ ഫാമിലി ആയിട്ടൊക്കെ പോയി അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി തിയേറ്ററിൽ പോയി കുറച്ച് നേരം എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണിത്. ഇതിൽ കുറേയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതൊക്കെ നമുക്ക് ലോജിക്കിന് നിരക്കാത്തതായിട്ടൊക്കെ തോന്നുമെങ്കിലും നമ്മൾ അതൊക്കെ മാറ്റി വെച്ച് ഇതൊരു സിനിമ എന്നുള്ള രീതിയിൽ ഇതൊരു ഫാൻറ്റസി, കുറച്ച് ഫാൻറ്റസി എലമെൻറ്റ്, കുറച്ചൊരു മിത്തോളജിക്കൽ എലമെൻറ്റ്, പിന്നെ കുറച്ച് ഹ്യൂമർ, കുറച്ച് ഹൊറർ, അങ്ങനെ എല്ലാ ജോണറും മിക്സ് ചെയ്തിട്ട് വരുന്നൊരു സിനിമയാണ്. സോ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു രീതിയിൽ ആ ഒരു മൈൻഡ് സെറ്റിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടും. എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്കും തിയേറ്ററിൽ ഇരുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ കയ്യടിയും ചിരിയും ബഹളമൊക്കെ ആയിട്ട് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് കണ്ട ഒരു സിനിമയാണ്. സോ ഇതിന് ഞാൻ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 5ൽ 3 ആണ് കൊടുക്കുന്നത്. 3 കൊടുക്കുന്നതുകൊണ്ട് ഇതൊരു മോശം സിനിമയാണെന്ന് ആരും ധരിക്കരുത്. 3 കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ഭയങ്കര എക്സെപ്ഷണൽ മൂവിയൊന്നും അല്ല. ഇതിന് ഒരുപാട് ഫ്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആസ് എ മൂവി ഇത് എൻ്റർടൈൻ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. എൻ്റർടൈനിങ് ഫാക്ടർ ഉണ്ട്. പക്ഷേ ബാക്കി ക്ലാസിക് മൂവീസായിട്ടൊക്കെ എടുത്ത് കമ്പയർ ചെയ്യാമെന്ന് അങ്ങനെയില്ല. അതുകൊണ്ടാണ് ഇതിനൊരു റേറ്റിംഗ് 3 ആണ് കൊടുക്കുന്നത്. പക്ഷേ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. മ്യൂസിക് എസ്പെഷ്യലി നല്ല രസമുണ്ട്, നല്ല റൈറ്റിംഗ് ആണ്. എല്ലാം കൊണ്ടും ഞാൻ പറഞ്ഞധികം ദീർഘിപ്പിക്കുന്നതിൽ എല്ലാം കൊണ്ടും നല്ലൊരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. GJ Verse എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതായിരിക്കും. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ കുറച്ച് ഹൈപ്പൊക്കെ കയറി അങ്ങ് പോകും. സോ എന്തായാലും ഇതാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഉണ്ടായ അനുഭവം. നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളും ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും ഇറ്റ്സ് മീ GJ സൈനിങ് ഓഫ്. ബൈ.